സർ, നമ്മുടെ ഈ കോർപ്പറേഷനിൽ നടത്തിയ അക്രമത്തിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ജനപ്രതിനിധികൾ തമ്മിലാണ് വഴക്കുണ്ടാക്കുന്നതും അടി വയ്ക്കുന്നതും അക്രമം നടത്തുന്നതും ഒക്കെ. ഇത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇതൊരു അപമാനമല്ലേ നമുക്ക്? ഇത് കഴിഞ്ഞ 2020 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷന് കേരളം മുഴുവൻ അറിയപ്പെട്ട് നിൽക്കുകയാണ്. 2020 മുതൽ 25 വരെയുള്ള സമയത്ത്. കാരണം ആര്യ രാജേന്ദ്രനായിരുന്നു അന്ന് മേയർ. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തിന്റെ പേര് ചീത്തയാക്കിയ ഒരു മേയറായിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വന്തം പാർട്ടി പോലും ആ മേയറെ, ആ നേതാവിന് തെരഞ്ഞെടുപ്പിന് സമയത്ത് അടുപ്പിച്ചില്ലായിരുന്നു. ഒരു സ്ഥാനാർത്ഥികൾ പോലും അടുപ്പിച്ചില്ല. പിന്നത്തെ തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട. അത് കഴിഞ്ഞിട്ട് ആരുടെയും പ്രചാരണത്തിൽ പങ്കെടുപ്പിച്ചില്ല. ഒരു കുടുംബയോഗം വെച്ചാൽ പോലും അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 100 വോട്ട് അപ്പോൾ തന്നെ കുറയും എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേമം മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി CPMന്റെ ശിവൻകുട്ടിയോടൊപ്പം വാഹനത്തിൽ കയറി. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ചിത്രവും വീഡിയോയും പ്രചരിച്ചു. അപ്പോൾ ശിവൻകുട്ടി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആ ഒരു 1000-2000 വോട്ട് ഇങ്ങനെ കുറഞ്ഞു എന്ന്. അപ്പം ഈ ശിവൻകുട്ടിയൊക്കെ തന്നെയാണ് ആര്യ രാജേന്ദ്രൻ ഇവിടം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിയത്. ശിവൻകുട്ടിയും ആനാവൂർ നാഗപ്പൻ CPMന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ, ഇവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആശാന്മാരൊക്കെ. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷന് ഇല്ലാത്ത തരത്തിലുള്ള പണം എഴുതിയെടുക്കൽ, നടക്കാത്ത കാര്യങ്ങൾ, കാറ്റുകാൽ പൊങ്കാല, കോവിഡ് സമയത്തുള്ള പിൻവാതിൽ നിയമനം, എല്ലാ തരത്തിലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരുടെ ജോലി വരെ നഷ്ടപ്പെടുത്തുന്ന ഒരു മേയറെയാണ് നമ്മൾ കണ്ടത്. ഇത് 2020 മുതൽ 2025 വരെ തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയ പേരായിരുന്നു. ഒരു പക്വതയും ആർജിക്കാത്ത ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് വന്ന് നീ മേയർ ആയിക്കോ മോളെ എന്നും പറഞ്ഞു കൊണ്ടുവന്ന് ഇരുത്തിയത് തിരുവനന്തപുരത്തിന് വലിയ നാണക്കേടായി. അങ്ങനെ 25 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP കടന്നു വരികയും ചെയ്തു. അതിനു മുമ്പേ തന്നെ കോൺഗ്രസ് അങ്ങ് ഇല്ലാതായി എന്നുള്ളതാണ്. കോൺഗ്രസ് ഇപ്പൊ ഈ 20 സീറ്റുണ്ട് കേട്ടോ, അത് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. 10ൽ നിന്നാണ് 20-ലെത്തിയത്. കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായിരുന്ന ഇടമാണ് കോർപ്പറേഷനിലെ. ഭരിക്കാനായിട്ട് പലരും ഒക്കെ ഇങ്ങനെ കാത്തുകെട്ടി നിന്നിട്ടുള്ളതാണ്. പക്ഷേ 25-ലെ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 20 സീറ്റ് നേടുകയും ചെയ്തു. K. മുരളീധരനായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല മുഴുവൻ വഹിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത്. അതിൻ്റെ ഒരു ഫലം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ CPMന്റെ ഒരു 28 സീറ്റേ ഉള്ളൂ എന്നുള്ളത് ഓർക്കണം. അപ്പൊ അങ്ങനെ ഈ BJP അധികാരത്തിലേക്ക് വന്നു. ആര്യ രാജേന്ദ്രൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാന പ്രതിപക്ഷവും BJP ആയിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഒന്നും അല്ലാതെ നിന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അധികാരത്തിലേക്ക് വന്ന അതൊരു വലിയ വിജയമായിരുന്നു. കാലങ്ങളായിട്ട് CPMന്റെ ഭരണത്തിൽ നിന്നാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. പിന്നെ 4 ദശകം. അപ്പോൾ ഇത് പലവട്ടം അമിത്ഷാ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ BJP പ്രവർത്തകരോടും നേതാക്കന്മാരോടും പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ തദ്ദേശം പിടിച്ചെടുക്കുക ആദ്യം, അതിലൂടെ വേണം നമുക്ക് പിന്നീട് ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുക്കേണ്ടത്. അത് ശരിയാണ്. പലയിടങ്ങളിലും മുനിസിപ്പാലിറ്റി നേടാൻ കഴിഞ്ഞു, അതുപോലെ പഞ്ചായത്തുകളിലൊക്കെ സീറ്റ് നേടിയെടുക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലേറെ അഭിമാനത്തോടുകൂടി ആ വാർത്ത ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ബംഗാളിലെ തെരഞ്ഞെടുപ്പിൻ്റെ അവിടെ പ്രചാരണ വേളയിൽ ഏർപ്പെട്ട അവസരത്തിൽ മോദി എന്ന് പറയുകയുണ്ടായി, ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന്. അതേ സന്തോഷകരമായ രീതിയിൽ തന്നെ ആസാമിലും അവിടുത്തെ വോട്ടർമാരോടും അദ്ദേഹം അത് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അഭിമാനപൂരിതമായി അങ്ങനെ നിന്ന BJPക്ക് ഇവിടെ ഇത്തരത്തിലെ ഈ ഒരു
കോർപ്പറേഷനകത്തുണ്ടാക്കിയ അത് BJP മാത്രം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, BJPയും ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, പിന്നെ CPM അത്ര മോശമൊന്നുമല്ല. അവർ ഇവിടെ മാറി നിന്നു എന്നേ ഉള്ളൂ. അതിനു മുമ്പും അവർ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ CPM-ന് ഇവരെ വിമർശിക്കാൻ വലിയ യോഗ്യതയൊന്നുമില്ല കേട്ടോ ശിവൻകുട്ടിക്ക്, ഈ കോൺഗ്രസിനെയും ആരെയും വിമർശിക്കാൻ. കാരണം ശിവൻകുട്ടി പിന്നെ 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ വന്ന KM മാണിയെ തടഞ്ഞതും നിയമസഭയിൽ നടത്തിയ കയ്യാങ്കളിയൊക്കെ ഇപ്പോഴും നമുക്ക് പിന്നെ കിടക്കുകയാണ്. ശിവൻകുട്ടി ശുദ്ധ ആഭാസത്തരമല്ലേ കാണിച്ചത്? ഉപകരണങ്ങൾ മുഴുവൻ നശിപ്പിച്ചു, അതിന്റെ കേസ് പോലും ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് ശിവൻകുട്ടി അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ശിവൻകുട്ടി എന്നല്ല പാർട്ടിക്കും പറയാൻ പാടില്ല. അതിനകത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയതിൽ മറ്റൊരു പ്രധാനിയാണ് പാർട്ടിയുടെ സമുന്നതനായ EP ജയരാജൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരായിരുന്നു BJP. ഇത് ഒരു തരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്കൊരു സിനിമ ഓർമ്മ വന്നു. KG ജോർജിന്റെ പഞ്ചവടിപ്പാലം. KG ജോർജ് മലയാള സിനിമയിലെ വലിയൊരു ഫിലിം മേക്കറാണ്. പിന്നെ വളരെ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത്. ആ പഞ്ചായത്തിനകത്ത് പിന്നെ മെമ്പർമാരെല്ലാം കൂടി മീറ്റിംഗ് കൂടുന്ന ഉണ്ടാകുന്ന അടിയും ഒക്കെയാണ്. ജഗതി, സുകുമാരി, തിലകൻ, നമ്മുടെ കൊടിയേറ്റം ഗോപി ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്. വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയാണത്, പഞ്ചവടിപ്പാലം. അത് ഇപ്പം യൂട്യൂബിലൊക്കെ ഉണ്ടത്. ഏവർക്കും ഏത് കാലത്തും അത് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് വളരെ പഴയ ഒരു രീതിയല്ലേ, ഷട്ടുമൊക്കെ വലിച്ചു കീറി ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് പ്രതിപക്ഷം ഉണ്ടാകും സഭയിൽ, ഏത് സഭയിലും വേണം. അത് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയിലേക്ക് പോകണം. ഈ മുഴുവൻ കൗൺസിലർമാർക്കും വിളിച്ചിരുത്തി ക്ലാസ് കൊടുക്കണം. അത് പാർട്ടി ഭേദമന്യേ വിളിച്ചിരുത്തി. ഫിസിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരിക്കലും പാടില്ലാത്ത കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ BJPയുടെ സ്ത്രീകളും ഒക്കെ അങ്ങ് വലിയ പോരിനിറങ്ങിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് സംയമനം പാലിക്കണം. അവിടെ ഒരു ഈ ഇത്തരത്തിലുള്ള ശാരീരികമായ അറ്റാക്ക് ചെയ്യാൻ തക്കവണ്ണം അവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെയും അവിടെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് BJP കുറച്ചും കൂടി സംയമനം പാലിക്കുകയും മറ്റ് രണ്ടു പേർക്കും, കോൺഗ്രസിനും CPM-നും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കേണ്ട ഒന്നായി മാറണമായിരുന്നു. കാരണം ഇതിപ്പോൾ കിട്ടിയ ഈ കോർപ്പറേഷൻ ഇനി ഉള്ള കാലം അത്രയും BJPക്ക് ഭരിക്കാൻ കഴിയണം. കാരണം ഈ BJP പാർട്ടിയിൽ ഇതിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത്. കാരണം നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയത്തിൽ ഇവിടെ വന്ന് ചില കാര്യങ്ങൾ, വേണ്ട തരത്തിലുള്ള പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കൂ, തിരുവനന്തപുരത്തിന് വികസനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റണം. അല്ലാതെ ഈ ഇത്തരത്തിലുള്ള തരംതാണ കാര്യങ്ങളിലേക്ക് പോകരുത്. ഈ കൗൺസിലർമാരെ മുഴുവൻ തൃശ്ശൂർ കിലയിലേക്ക്, അവിടെ ക്ലാസ് എടുക്കുന്നിടമാണ് ഇവർക്ക്, അവിടേക്ക് ഒന്നുകൂടി വിട്ട് ട്രെയിനിങ് കൊടുക്കണം. BJPയുടെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് നമുക്കറിയാം ഏത് തരത്തിലാണ്. സ്വാമിയെ ശരണമയ്യപ്പ, എൻ്റെ ആറ്റുകാൽ അമ്മച്ചിയെ, എൻ്റെ പത്മനാഭ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ്. ഇതൊക്കെ ഭരണഘടനാപരമായ കാര്യങ്ങൾ അറിയാതെ പോകുന്നതിൻ്റെ അജ്ഞത കൊണ്ടുണ്ടായ ഒരു സംഭവമാണ് നടന്നതും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും BJP കേരളം പിടിച്ചെടുക്കാനായിട്ടുള്ള കുതിപ്പിലാണ്. 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം പാർട്ടി നേതൃത്വം തന്നെ ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ച് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.